ഹലോ, സിന്ദൂര പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദു എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇത് രുക്മിണി അമ്മയുടെയും എൻ്റെയും പേരിലുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും തന്നെ രുക്മിണി അമ്മയോട് ഈ വീട് വിട്ട് പോകാൻ പറയാനുള്ള അധികാരമില്ല. അത് കേട്ട സമയത്ത് വാസന്തി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പക്ഷേ മണ്ടോദരിയാണെങ്കിൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് കൈയടിച്ച് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, സബാഷ്, ഇത് നന്നായിട്ടുണ്ട്. ഇപ്പോൾ നിന്റെ ആദ്യത്തെ അമ്മായിയമ്മയ്ക്കാണ് വീട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ ഇപ്പോഴത്തെ അമ്മായിയമ്മയോടും ഭർത്താവിനോടും ഇപ്പം തന്നെ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ പറ. അതിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് അപ്പോഴാണ് ഇന്ദുവിന് മനസ്സിലായത്. മാത്രമല്ല, മണ്ടോദരിയുടെ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്, രുക്മിണി ഉൾപ്പെടെ. അപ്പോൾ മണ്ടോദരി വീണ്ടും പറയുന്നുണ്ട്, പാവം ഈ അമ്മ സ്വന്തം മരുമകളുടെ സമ്പാദ്യത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് കരുതിയിട്ട് അലറി വിളിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദു ഒന്നും പറയാനാവാതെ നിൽക്കുവാണ്. അപ്പോൾ വാസന്തിയും പറയുന്നുണ്ട്, അതേടി, അവർ പറഞ്ഞത് ശരി തന്നെയല്ലേ. നിന്റെ ഈ രുക്മിണി എന്നെ വീട്ടിൽ നിന്നും കഴുത്തിൽ പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് നീ തന്നെ പറഞ്ഞേക്ക്, ഞങ്ങൾ പോയിത്തരാം. ഒന്നും പറയാനാവാതെ നിൽക്കുവാണ് ഇന്ദു. അത് ആസ്വദിച്ച് നിൽക്കുകയാണ് മണ്ടോദരി. അപ്പോൾ കരഞ്ഞുകൊണ്ട് വാസന്തി പറയുന്നുണ്ട്, നീ സമ്പാദിച്ച സ്വത്ത് നാളെ പിന്നെ നിനക്ക് തന്നെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അത് കേട്ട് രുക്മിണി ഒന്നും പറയാനാവാതെ നിൽക്കുന്നുണ്ട്. ആരുടെയും സംസാരം കേൾക്കാനാവാതെ നിനക്ക് തോന്നിയതുപോലെയാണ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ ചെയ്യേ, അത് നിന്റെ ഇഷ്ടം. വാസന്തി പറയുന്നത് കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ഇന്ദു. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്കൊരു അധികാരവും ഇല്ല ഈ വീട്ടിലെന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നെ നിന്റെ നാവ് കൊണ്ട് പറ, എങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോയിക്കോളാം. ഒന്നും പറയാനാവാതെ ഇന്ദു നിൽക്കുന്നത് കണ്ട് മണ്ടോദരി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, എന്താ ഇന്ദു, നന്നായിട്ട് കുതിച്ചു കയറി വന്നതാണല്ലോ, ഇപ്പം എന്താ ഒന്നും പറയാത്തത്, പറ. ആരോടും മറുത്തു പറയാനാവാതെ ഇന്ദു അവിടെ നിലത്തിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. അത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും സഹതാപം തോന്നുന്നുണ്ട്. രുക്മിണി അവളെ ചേർത്ത് പിടിക്കുകയാണ്. അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവൾ കരയുന്നത്. ഇന്ദു, മോള് വിഷമിക്കണ്ട, എഴുന്നേക്ക്. എന്നിട്ട് ഇന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്, നീ എന്തിനാ മോളെ കരയുന്നത്? തെറ്റ് ചെയ്തത് ഞാനാണ്, അതിനുള്ള ശിക്ഷയും ഞാനല്ലേ അനുഭവിക്കേണ്ടത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ പെണ്ണിൻ്റെ സമ്പത്തിൽ അവളുടെ വീട്ടുകാർക്ക് പോലും അവകാശമില്ലെന്നാ പറയുന്നത്. ഇതിനിടയിൽ ഞാൻ ആരാണ് ഇന്ദു? എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി നിന്റെ പണം ഉപയോഗിച്ചത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. നിന്നെ കൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് വാസന്തിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, വാസന്തി എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് എല്ലാവർക്കും നേരെ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് രുക്മിണി പറയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ വീട് എൻ്റെ വീടല്ല, ഇത് നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് സ്വന്തമായ വീടാണ്. ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും പോവുകയാണ്. അതും പറഞ്ഞ് എല്ലാവരോടും മാപ്പ് ചോദിച്ചുകൊണ്ട് രുക്മിണി ഇറങ്ങി പോകാൻ നോക്കുവാണ്. അത് കണ്ടിട്ട് മണ്ടോദരി നല്ല സന്തോഷത്തോടെയാണ് ചിരിക്കുന്നത്. അപ്പോൾ ഇന്ദു അവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ പോവല്ലേന്ന്. അപ്പോൾ രുക്മിണി അവളോട് പറയാണ്, അമ്മയും കുഞ്ഞുമാണെങ്കിലും വായും വയറും വെവ്വേറെയാണെന്നാണ് പഴമക്കാർ പറയുക. ഞാൻ എങ്ങനെയൊക്കെ നിന്നെ എൻ്റെ മകളാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ മറ്റൊരു വീട്ടിലെ അംഗമാണ് നീ ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്ക്, അതെങ്കിലും എന്നെ സന്തോഷിപ്പിക്കും ഇന്ദു. രുക്മിണി പറയുന്നത് കേട്ട് ഇന്ദു കരഞ്ഞുകൊണ്ട് പറയാണ്, ഈ വീട് അമ്മയുടെ സ്വപ്നമാണ്, ആഗ്രഹമാണ്, അമ്മയുടെ ലക്ഷ്യമാണ്. അത് വിട്ടിട്ട് എങ്ങനെയാ അമ്മയ്ക്ക് പോവാൻ സാധിക്കുക? ആഗ്രഹിച്ചതൊക്കെ ദൈവം എല്ലാവർക്കും കൊടുക്കില്ല ഇന്ദു. ഈ ജന്മത്തിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയിട്ട് അതിൽ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലെന്ന് കരുതിയാൽ മതി. ഞങ്ങൾ പോവാണ്. അതും പറഞ്ഞ് രുക്മിണി തിരിഞ്ഞു നടന്നതും മണ്ടോദരി പിന്നിൽ നിന്നും കൈതട്ടി വിളിക്കുകയാണ്, എന്താ രുക്മിണി, അവരും നീയും തമ്മിലുള്ള കണക്കുകൾ കഴിഞ്ഞെന്നും പറഞ്ഞ് നീ പൊടിയും തട്ടി ഇവിടുന്ന് പോവുകയാണോ? നിനക്കും എനിക്കും തമ്മിലുള്ള കണക്കുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ? അന്നെന്തോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ക്ഷണപത്രികയും തന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് വീടുണ്ടാക്കി എൻ്റെ ഗൃഹപ്രവേശത്തിൻ്റെ അന്ന് വന്നിട്ട് എൻ്റെ കാൽക്കൽ വീഴണമെന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ട് പോയതല്ലേ? അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? രുക്മിണി ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. നിനക്കും എനിക്കും തമ്മിലുള്ള വെല്ലുവിളിയിൽ ആര് ജയിച്ചാലും ജയിച്ചയാളുടെ കാൽക്കൽ തോറ്റയാൾ വീഴണമെന്നല്ലേ നമ്മൾ തമ്മിലുള്ള വെല്ലുവിളി. അത് കേട്ട സമയത്ത് ഇന്ദുവും നീലനൊക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മണ്ടോദരി രുക്മിണിയോട് പറയുന്നുണ്ട്, നീ തോറ്റുപോയി, നാട്ടുകാർക്ക് മുന്നിൽ നീ നാണം കെട്ട് തോറ്റുപോയി. ഇത് നീ എൻ്റെ കാലിൽ വീഴാനുള്ള സമയമാണ്. അത് കേട്ട സമയത്ത് രുക്മിണി ഭാവഭേദമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം അവരതൊക്കെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞതായിരുന്നു. വന്നെൻ്റെ കാൽക്കൽ വീഴ രുക്മിണി. അത് കേട്ട സമയത്ത് ഷോക്കായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ രാജേശ്വരിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട്. മണ്ടോദരി, നീയുമായിട്ടുള്ള വെല്ലുവിളിയിൽ ഞാൻ തോറ്റുപോയിരിക്കുകയാണെന്ന് എൻ്റെ കാതിൽ കേൾക്കുന്ന ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞിട്ട് എൻ്റെ കാൽക്കൽ വീഴ്. എന്താ ആലോചിക്കുന്നത്? വാ, എൻ്റെ കാൽക്കൽ വീഴ്. ആക്രോശിച്ചുകൊണ്ടാണ് മണ്ടോദരി സംസാരിക്കുന്നത്. രുക്മിണി അത് അംഗീകരിക്കുകയാണ്. അമ്മയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഇന്ദുവിന് എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. രുക്മിണി മണ്ടോദരിയുടെ കാൽക്കൽ വീഴാൻ പോയ സമയത്ത് ശാലിനി പിടിച്ചു വെക്കുകയാണ്. അമ്മ,
അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് മണ്ടോദരിയോട് രുക്മിണി പറയാണ്, തോൽവി സമ്മതിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല മണ്ടോദരി, അങ്ങനെ കരുതാൻ മാത്രം ഞാൻ വിവരം കെട്ടവളും അല്ല എന്ന് പറഞ്ഞിട്ട് മണ്ടോദരിയുടെ കാൽക്കലേക്ക് താഴ്ന്ന സമയത്ത് ഇന്ദുവും ശാലിനിയും വിളിക്കുന്നുണ്ട് അമ്മ. പക്ഷെ അപ്പോഴേക്കും നീലം പറയാണ്, നിർത്തമ്മ. എന്നിട്ട് അവൻ ശബ്ദം താഴ്ത്തി തൻ്റെ അമ്മയെ നോക്കിയിട്ട് ദേഷ്യത്തോടെ പറയാണ്, ആരും ആരുടെയും കാൽക്കൽ വീഴേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വെല്ലുവിളി പ്രകാരം ഇത് രുക്മിണി അമ്മയുടെ വീടാണ്. മണ്ടോദരിയോടായിട്ടാണ് അവൻ പറയുന്നത്. മണ്ടോദരി ഇങ്ങനെ ഞെട്ടിയിട്ട് അവനെ നോക്കി നിൽക്കുകയാണ് ദേഷ്യത്തോടെ. അത് കേട്ടപ്പോഴാണ് രാജേശ്വരിക്കൊക്കെ ചെറിയൊരു സമാധാനമായത്. അപ്പോൾ നീലൻ അവരോട് പറയുന്നുണ്ട്, നിയമപ്രകാരം ഇത് ഇന്ദുവും രുക്മിണി അമ്മയും ചേർന്നുണ്ടാക്കിയ വീടാണ്. ഇന്ദുവിന് കുറച്ചൊരു സമാധാനമായിട്ടുണ്ടായിരുന്നു. അമ്മ മണ്ടോദരിയുടെ കാൽക്കൽ വീഴുന്നത് അവൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീടുണ്ടാക്കിയത് തന്നെ. അപ്പോൾ നീലം പറയുന്നുണ്ട്, ഇന്ദുവിന് ഈ വീട്ടിൽ എത്രത്തോളം അവകാശമുണ്ടോ അത്ര തന്നെ അവകാശം രുക്മിണി അമ്മയ്ക്കും ഉണ്ട്. അതിന് മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. ഇന്ദു കൊണ്ടുവന്ന ആധാരം തന്നെ മതി. ഇതിനെയും മറികടന്ന് രുക്മിണി അമ്മയോടോ മറ്റുള്ളവരോടോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ എനിക്കോ എൻ്റെ കൂടെ വന്ന എൻ്റെ വീട്ടുകാർക്കോ ആർക്കും തന്നെ യാതൊരു അവകാശവും ഇല്ല, എൻ്റെ അമ്മ ഉൾപ്പെടെ. ഇവർക്ക് തന്നെ അതിനുള്ള അവകാശം ഇല്ലാത്തപ്പോൾ ഈ വീട്ടിനകത്തേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നീലൻ തിരിച്ചു ചോദിക്കുകയാണ്. ആരാ നിങ്ങൾ? അവൻ പുച്ഛത്തോടെ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് മണ്ടോദരി ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നോ? അന്ന് രുക്കുവിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്നവനല്ലേ നീ? ഇവള് വന്ന് ക്ഷണിച്ചുകൊണ്ട് എന്നോട് കാലിൽ വീഴാൻ പറഞ്ഞപ്പോൾ നീയും അത് കണ്ടു നിന്നവനല്ലേ? അതുകൊണ്ട് രുക്കുവിൻ്റെ കാലിൽ വീഴാന്ന് കരുതി വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായത്. ആദ്യം നിങ്ങൾ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് വേർതിരിച്ച് വീട് ഇവരിൽ ആർക്കാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിനുശേഷം കാല് പിടിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. അതിനുശേഷം നിങ്ങളുടെ ഗൃഹപ്രവേശവും നടത്താം. അതിനുശേഷം അവരവരുടെ ഡ്രൈവറെ വിളിക്കുകയാണ്, ഗണേഷ് താ എന്ന് പറഞ്ഞിട്ട് ആ ക്ഷണപത്രിക കയ്യിൽ വാങ്ങിക്കുകയാണ്. എന്നിട്ട് രുക്മിണി കാണാൻ വേണ്ടി അത് വലിച്ചു കീറുന്നുണ്ട്. എന്നിട്ട് അഹങ്കാരത്തോടെ ആ ഹോമത്തിൻ്റെ തീയിലേക്ക് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വലിച്ചെറിയാണ്. എന്നിട്ട് പുച്ഛത്തോടെ പറയുന്നുണ്ട്, ആരുടെ കാലിൽ ആര് വീഴാൻ പോകുന്നു? അതും പറഞ്ഞ അഹങ്കാരത്തോടെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ നീലൻ ടെക്കിനോട് പറയുന്നുണ്ട്, അളിയാ ആദ്യം 200 പേർക്ക് അയച്ച ക്ഷണക്കത്ത് പ്രകാരം എല്ലാവരോടും വിളിച്ചിട്ട് ഫംഗ്ഷൻ മുടങ്ങിയിരിക്കാൻ ആരും വരണ്ട എന്ന് പറ. ശരി അളിയാ. അപ്പോൾ രുക്മിണിയോട് അവൻ പറയുന്നുണ്ട്, അമ്മ ഇത് അമ്മയുടെ വീടാണ്, അമ്മ ഇവിടെ തന്നെ വേണം. എന്നിട്ട് വാസന്തിയെ നോക്കിയിട്ട് അവൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു മുറിയിൽ നിൽക്കുകയാണ് രാജേശ്വരിയും രുക്മിണിയും അർജുനും അതുപോലെ ശാലിനിയും ഒക്കെ. ആ സമയത്ത് അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു രാധികയും അതുപോലെ തന്നെ വാസന്തിയും. അവരാണെങ്കിൽ അവരെ ഏൽപ്പിച്ച കുറച്ച് ആൾക്കാർ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അവസാന സമയത്താണ് ക്ഷണിച്ചതെങ്കിലും എല്ലാവരും വന്നല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. എന്നിട്ട് അവർക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവരെയൊക്കെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് രുക്മിണി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, വിശേഷം കഴിഞ്ഞ വീട് തന്നെ വൃത്തിയായി. ഇനി ഇവിടെ വീട്ടുകാർ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും ചിലർ കാര്യഗൗരവമില്ലാതെ ഇവിടെ തന്നെ തറപറ്റി നിൽക്കുവാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? കയ്യിൽ പിടിച്ചിട്ട് കഴുത്തിന് പിടിച്ചിട്ട് പുറത്തേക്കാക്കാനാണോ വേണ്ടത്? രുക്മിണിയുടെ പരിഹാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. രുക്മിണി ഒരു അക്ഷരം പോലും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴേക്കും അർജുൻ ദേഷ്യത്തോടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ ആരെ നോക്കിയിട്ട് എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ അഹങ്കാരം കൊണ്ട് നമുക്ക് സംസാരിക്കുന്ന സംസാരമൊന്നും ഇവിടെ വേണ്ട. ഏയ് പായസം അപ്പോഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു വാസന്തി വരാണ്, എടാ പായസം നീ മിണ്ടാതെ നിൽക്കടാ. അർജുനെ പിടിച്ചു വെച്ചുകൊണ്ട് ശാലിനിയും രാജേശ്വരിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ വാസന്തി അർജുനോട് ചോദിക്കുകയാണ്, എന്താടാ എനിക്ക് നേരെ സംസാരിക്കാൻ വരുന്നത്? ഓ നിനക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടോ? അങ്ങനെ ദേഷ്യമുള്ളവനാണെങ്കിൽ എന്തിനാടാ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്? ഇറങ്ങി പോവേണ്ട സമയം കഴിഞ്ഞില്ലേ? ഹലോ ദേഷ്യം വരുന്ന മോനെ, ഇപ്പോൾ മോനെ വീട്ടുകാരെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ഇനി ഞാൻ അകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അഭിമാനം കൂടി ഞാൻ നശിപ്പിച്ച് കടലിൽ കായം കലർത്തും. എന്നിട്ട് രാധികയെയും കൂട്ടിക്കൊണ്ട് പായസത്തെയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് പോവാണ്. അപ്പം അർജുൻ രുക്മിണിയോട് പറയുന്നുണ്ട്, ഈ അപമാനമൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ അമ്മ? ആരാണ് അമ്മ ഈ സ്ത്രീ? നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് നമ്മളോട് ഈ വീട്ടിൽ നിന്നും പോവാൻ വേണ്ടി അഹങ്കാരത്തോടെയും അധികാരത്തോടെയും പറയുന്നത്? അമ്മ എന്തിനാ വായ മൂടിയിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്? എന്താ ആ അമ്മയെ കാണുമ്പോൾ അമ്മയ്ക്ക് പേടി തോന്നുന്നുണ്ടോ? അമ്മയെ വായിക്ക് വന്നതൊക്കെ പറഞ്ഞിട്ട് നാണം കെടുത്തിട്ട് പോകുന്നത് അവര്. നിങ്ങളെല്ലാവരും ഇത് കേട്ടുകൊണ്ട് വെറുതെ നിൽക്കുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാനിപ്പോൾ പോയിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കാം. അതും പറഞ്ഞിട്ട് അർജുൻ വാസന്തിക്ക് പിന്നാലെ പോവാൻ ശ്രമിച്ചപ്പോഴേക്കും രുക്മിണി പിന്നീന്ന് വിളിക്കുകയാണ്, നിൽക്കടാ. അപ്പം അർജുൻ നിന്നിട്ട് അമ്മയെ നോക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നീ എന്താ പറയാൻ പോകുന്നത്? അവരോട് പോയിട്ട് എന്താ നീ ചോദിക്കാൻ പോകുന്നത്? അമ്മ ഇത് നമ്മുടെ വീടല്ലേ അമ്മ? ആഹാ ഏത്? ഇത് നിന്റെ അച്ഛൻ കെട്ടിയുണ്ടാക്കിയ വീടാണോ? പറയടാ പറ.
ഇത് നിന്റെ അച്ഛനുണ്ടാക്കിയ വീടാണോ അതോ നിന്റെ മുത്തശ്ശൻ നിനക്ക് വേണ്ടി എഴുതി തന്ന വീടാണോ? അവരോട് പോയിട്ട് നീ എന്താണ് ചോദിക്കുക? അവർ പറഞ്ഞിട്ട് പോയതിലേ എന്താ തെറ്റുള്ളത്? പറ. അർജുന് മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ കണ്ണീരടക്കിക്കൊണ്ട് രുക്മിണി പറയുന്നുണ്ട്, അവരുടെ മരുമകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിത്, അവർക്കും അതിൽ അവകാശമുണ്ടെന്ന് പറയുന്നു. അതിലൊരു തെറ്റും ഇല്ലടാ. അവരില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ ന്യായമായിട്ടല്ലേ സംസാരിക്കുന്നത്. ന്യായം പറയുമ്പോൾ സമ്മതിക്കണ്ടേ? ഒരു എളുപ്പവും ഇല്ലാതെ നാണം കെട്ട് തലയും താഴ്ത്തി ഇപ്പോഴും നമ്മളാടാ ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? കോളേജിൽ 30 അടിയല്ലേ വെച്ചിരിക്കുന്നത്. ഈ ദേഷ്യമൊക്കെ നീ അവിടെ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. കുടുംബം നോക്കേണ്ട നല്ലൊരു ആൺതരിയാണ് നീ എന്ന് സ്വയം ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായി പഠിച്ച് നീ അതൊക്കെ എഴുതിയെടുത്തേനെ. അങ്ങനെ നീ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വല്ലവൻ്റെയും വീട്ടിൽ കിടന്ന് ഇങ്ങനെ നട്ടം തിരിയേണ്ടി വരുമായിരുന്നോടാ. നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് രുക്മിണി പറയാണ്, എൻ്റെ മൂത്ത മോൻ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നിടത്തോളം തലയുയർത്തി പിടിച്ചിട്ട് മാത്രമേ എനിക്ക് എവിടെയും ഇറങ്ങി പോവേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അനന്തു മരിച്ചതിന് ശേഷം ആ സ്ഥാനത്ത് നിന്ന് നീ കുടുംബം നോക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നീ പറയുന്നത് കേട്ട് ഒരക്ഷരം മിണ്ടാതെ ഞാൻ കേട്ടു നിൽക്കുമായിരുന്നു. പക്ഷെ നീ എന്തെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോടാ? നീ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നത് കൊണ്ടല്ലേ എനിക്കും എൻ്റെ പെൺമക്കൾക്കും ഇന്നിങ്ങനെ നാണം കെട്ടി ഇവിടെ നിൽക്കേണ്ടി വന്നത്. അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടിട്ട് ശാലിനിക്കും രാജേശ്വരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഒരക്ഷരം പോലും മറുത്തു പറയാതെയാണ് അർജുൻ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. നീ ശരിക്കും നമ്മുടെ കുടുംബം നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ഗതികേട് വരുമായിരുന്നോടാ. അർജുൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് രുക്മിണി പറയുന്നത്, നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ? രുക്മിണി പൊട്ടി പൊട്ടി കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് നീലനും ഇന്ദു അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് രുക്മിണി കണ്ണു തുറക്കുന്നുണ്ട്. അപ്പം ഇന്ദു ചോദിക്കുകയാണ്, എന്തു പറ്റി അമ്മേ? പക്ഷേ അവരുടെ കണ്ണുനീര് അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇന്ദുവിൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞുകൊണ്ട് അർജുനെ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇവൻ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ നിന്നത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ഒന്നുമില്ലാതെ പെരുവഴിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് മുന്നേ ഞാനിന്നൊരു കോമാളിയായിട്ട് വേഷം കെട്ടേണ്ടി വന്നത് ഇവൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയല്ലേ? ഇന്നലെ വരെ താമസിച്ച വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ പെൺകുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഞാൻ ഇനി എങ്ങോട്ട് പോകും ദൈവമേ എന്നും പറഞ്ഞവർ നെഞ്ചത്തടിച്ച് കരയുവാണ്. അത് കേട്ടിട്ട് ഇന്ദുവിന് സഹിക്കാനാവുന്നില്ല. അവൾ നീലനെ നോക്കി സങ്കടത്തോടെ കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ ജീവിതമൊക്കെ താറുമാറായല്ലോ ഇന്ദു. ഞാനിനി എന്താ ഇന്ദു ചെയ്യേണ്ടത്? അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇന്ദു. അനന്തു മരിച്ചതിന് ശേഷം നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? അവർക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരികയാണ്. എന്നിട്ട് അർജുനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ആണൊരുത്തം വീട്ടിലുണ്ടായിട്ട് ഇവനെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? നിന്റെ അമ്മ പറഞ്ഞു പോയതിൽ എന്താ ഇന്ദു തെറ്റുള്ളത്? അവര് ശരിക്കല്ലേ പറഞ്ഞത്? അമ്മ ഈ പ്രശ്നത്തിന് അർജുൻ എന്താ അമ്മ ചെയ്യാൻ കഴിയുക? അവൻ പഠിക്കുന്ന പയ്യനല്ലേ അമ്മ. ഇന്ദു അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മയുടെ ദേഷ്യം അവനോട് കാണിച്ചിട്ട് എന്താ അമ്മ കാര്യം? എന്താ ഇവൻ പഠിക്കുന്ന പയ്യനല്ലേന്ന്? ഇത്രയും കാര്യം ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? ഇവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥ എപ്പോഴും ഇവൻ മനസ്സിലാക്കുക. രുക്മിണി തൻ്റെ സങ്കടവും തൻ്റെ നിവൃത്തികേടും ഗതികേടും ഓർത്ത് പൊട്ടി പൊട്ടി കരയാണ്. അയ്യോ, നടുത്തെരുവിൽ നിൽക്കുന്ന പോലെയാണല്ലോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിനി എന്താ ചെയ്യുക ദൈവമേ എന്ന് പറഞ്ഞ് അവർ കുഴഞ്ഞ പോലെ നിലത്തിരിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും അവർക്ക് ചുറ്റും വരുന്നുണ്ട്. നീലൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? അമ്മ എന്തിനാ ഇവിടുന്ന് പോവേണ്ട ആവശ്യം? ഇത് അമ്മയുടെ വീടാണ് അമ്മ ഇവിടുന്ന് എങ്ങോട്ടും പോവേണ്ട ആവശ്യമില്ല. ഇന്ദു, നീ അമ്മയെ നോക്കിക്കോ, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് നീലൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രുക്മിണിയെ അവർ ചേർന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. നീലൻ അപ്പോഴേക്കും അമ്മയുടെ മുറിയിൽ എത്തിയിട്ടുണ്ട്. അമ്മയ്ക്കൊപ്പം തന്നെ രാധികയെ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. രാധികയുടെ അടുത്ത് നീലൻ പറയുന്നുണ്ട്, രാധിക, നീ കുറച്ചു നേരം ഒന്ന് പുറത്തു നിൽക്ക്, എനിക്ക് അമ്മയോട് തനിച്ചൊന്ന് സംസാരിക്കണം. എന്ത്? ഞാനറിയാതെ മാമിയോട് എന്താ തനിച്ച് സംസാരിക്കാനുള്ളത്? രാധിക, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നീയും ഒരു കാരണമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീലം പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. രാധിക മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ ദേഷ്യത്തെ പുറത്തെടുക്കാതെ നീ ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പോൾ കൈകൾ കെട്ടിക്കൊണ്ട് വാസന്തി പറയുന്നുണ്ട്, എവിടെയോ ഉള്ള ദേഷ്യം എന്തിനാ നീ ഇവളോട് തീർക്കുന്നത്? നീ പുറത്തേക്ക് പോ രാധിക. അവൻ എന്താ പുതിയതായിട്ട് പറയാനുള്ളത്? ഞാനും ഒന്ന് കേൾക്കട്ടെ. രാധിക പുറത്തേക്ക് പോയതിനു ശേഷം നീലൻ അമ്മയോട് വീണ്ടും പറയാണ്, അമ്മ ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്ക്. അമ്മ ആരുടെ സംസാരം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ, ഞാൻ വീണ്ടും പറയാം, ആ മണ്ടോദരിക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ളൊരു സ്നേഹം കൊണ്ടല്ല ഇങ്ങനെയൊന്നും പറയുന്നത്. അവർക്ക് രുക്മിണി അമ്മയോടുള്ള പക തീർക്കാൻ വേണ്ടി അമ്മയെ അവർ പ്രയോജനപ്പെടുത്തുന്നതാണ്. അത് ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കമ്മ. ഈ വിളിച്ചു കൂട്ടിയ ആൾക്കാർക്ക് മുന്നിൽ രുക്മിണി അമ്മയെ നാണം കെടുത്തുന്നത് കൊണ്ട് നമുക്ക് എന്താ അമ്മ നേടാൻ പറ്റുന്നത്? ഈ സ്ഥലം അവരുടെ മകൻ അനന്തകൃഷ്ണൻ വാങ്ങിച്ചതാണ്. തൻ്റെ അമ്മയുടെ ജീവിതാഭിലാഷം നിറവേറ്റാൻ വേണ്ടി അനന്തമൂർത്തി അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത സ്ഥലമാണ് അമ്മ ഇത്. ന്യായമായിട്ട് ഇത് അവർക്ക് അവകാശപ്പെട്ട വീടാണമ്മ. കണ്ടവരുടെ സംസാരം കേട്ടിട്ട് തെറ്റിനുമേൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ അമ്മ? എനിക്ക് അത്രേ അമ്മയോട് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ വാസന്തി ഒരു കൂസലും ഇല്ലാതെ ചോദിക്കുകയാണ്,
ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല അമ്മ. വാസന്തി രൗദ്രത്തോടെ എഴുന്നേറ്റ് കസേര തട്ടി നിൽക്കുകയാണ്. എന്താ എന്താ നീ പറഞ്ഞത്? എന്താണ് നീ പറഞ്ഞത്? ആരോ പറഞ്ഞു തന്നത് കേട്ടിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എന്താണ് അനന്തകൃഷ്ണൻ വാങ്ങിച്ചത്? എന്താണ് അനന്തകൃഷ്ണൻ വാങ്ങിച്ചത്? ഇവളെ കല്യാണം കഴിച്ച് പോകുന്നത് വരെ അവൻ ഓട്ടോ ഓടിച്ച് അരവയറും മുഴുവയറുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇന്ദുവിനെ അവിടെ കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം ട്രാവൽസ് ആരംഭിച്ച് ആ കാശ് കൊണ്ടാണ് അവർ ഈ സ്ഥലം വാങ്ങിച്ചത്. അതറിയുമോ നിനക്ക്? ഞാൻ ഒന്നും അറിയാതെ വെറുതെ വീൺവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നീലൻ. അതൊക്കെ പുതിയ പുതിയ അറിവുകളായിരുന്നു. ന്യായമായും ആ സ്വർണം അവൾക്ക് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് കിട്ടേണ്ടതാണെടാ. അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവളുടെ വീട്ടിൽ നിന്നും കൊടുത്തയച്ച സ്വർണം ഒരു തരി പോലും കുറയാതെ അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ് ന്യായം പോലും പറയുന്നത്. അതൊക്കെ അറിയുമോ നിനക്ക്? സ്ഥലം വാങ്ങിച്ചത് ഇവളുടെ സ്വർണത്തിൽ, ഈ വീട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അവളുടെ സമ്പാദ്യത്തിൽ. മരുമകളെ ഓട്ടോ ഓടിക്കാൻ വിട്ട് അത് വാങ്ങി കഴിച്ചതിന് അവര് വേണടാ നാണക്കേടോടെ നിൽക്കാൻ. അതും പോരാതെ നിന്നെ എത്രത്തോളം അവർ പറഞ്ഞു തിരിപ്പിച്ചത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഇത് അവർക്ക് ചേരേണ്ട സ്വത്താണെന്നും ഇത് അവരുടെ വീടാണെന്നും പറഞ്ഞ് നീ എന്നോട് വന്ന് സംസാരിക്കുന്നത്. പിന്നീട് കരഞ്ഞുകൊണ്ട് ഒരു അമ്മയായിട്ട് അവർ പറയാണ്, എടാ നീല, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ദയവ് ചെയ്ത് നീ ഒന്നൊന്ന് മനസ്സിലാക്ക്. നീ പ്രണയിച്ചത് മുതൽ കല്യാണം ചെയ്തത് വരെ എൻ്റെ സംസാരം ഒട്ടും നീ കേട്ടില്ല. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നില്ല. ഞാൻ എന്താ നിനക്ക് മോശം വരുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് നല്ലത് വരുന്നത് മാത്രമേ അമ്മ ചെയ്യുള്ളൂ. നീലം മറുപടിയൊന്നും ഇല്ലാതെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ദു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആ സ്ഥലത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.